بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله الحمد لله أفراحا كبرى تسقينا دفعة والسلام على سرورا أشرف نثرت في الكون تهانينا بمدارس وعلى جامعة آله وأصحابه أجمعين أما بعد فقد قال تعالى ومن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഉപമുഖ്യമന്ത്രി ടി കെ ശിവകുമാർ, മറ്റ് വിശിഷ്ട അതിഥികൾ, ഞാൻ കാര്യക്രമത പഠിക്കാത്തത് വളരെ മോശമായിപ്പോയി. ഏതായാലും കർണാടക ഭാഷ അറിയില്ല, രണ്ട് വാക്ക് മലയാളത്തിൽ സംസാരിക്കുകയാണ്. പിന്നെ ഇവർക്കൊക്കെ മലയാളം അറിയൂ. നമ്മുടെ സിദ്ധാന്തം SYS അല്ലെങ്കിൽ SSF, ജമിയത്തുൽ ഉലമ, നമ്മളെല്ലാവരുടെയും സിദ്ധാന്തം ഇവിടെ ഭൗതികമായി നല്ല നിലയിൽ ജീവിക്കുകയും പാരത്രിക ലോകത്തേക്ക് ഉപകാരപ്രദമായ ജീവിതം നയിക്കുകയും അതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതിയ കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന എഴുതി എത്രയോ ദിവസം ചർച്ച നടത്തി വലിയ വലിയ വിദഗ്ധന്മാർ ചർച്ച നടത്തി അവസാനം തീരുമാനിച്ച ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അത്ര വിശാലതയുള്ള ഒരു ഭരണഘടന ഇവിടെ ഒരു രാഷ്ട്രവും എഴുതിയിട്ടില്ല. അത്രയും വലിയ ഒരു വിശാലതയാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. അപ്പോൾ ആ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ രാജ്യം നടത്തി വരുന്നു. നമ്മുടെ മുൻഗാമികൾ, രാജ്യം ഭരിച്ചവരെല്ലാം ഈ ഭരണഘടനയെ ആസ്പദമാക്കി ഭരണം നടത്തി വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും, കുറേ ആളുകൾ റോട്ടിലൂടെ വസ്ത്രം ധരിക്കാതെ നടന്നു കണ്ടാൽ എല്ലാവരും അങ്ങനെ വസ്ത്രം ധരിക്കാതെ നടക്കണം എന്ന് പറയാൻ ഇവിടെ ആർക്കും അധികാരമില്ല. ആർക്കും അധികാരമില്ല. അപ്പോ സ്ത്രീകളുടെ ജിൽബാബിനെ സംബന്ധിച്ച് നമ്മൾ ഷാഫി സൈദി ആയത്തൊക്കെ ഓതി
ഈ ആയത്തൊന്നും ഓതി ഇവരോട് കേൾപ്പിച്ചിട്ട് കാര്യമില്ല. ആദ്യമായി നമുക്ക് പറയാനുള്ളത്, ഏത് സമുദായത്തിനും ഇവിടെ ആ സമുദായത്തിൻ്റെ ആശയവും ആദർശവും നിലനിർത്തി ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് ഇവിടെ ജീവിച്ചേ പറ്റൂ. ആര് ഭരിച്ചാലും ഭരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആർക്ക് കിട്ടുന്നോ ആർക്കും ഭരിക്കാം. ഈ മൗലികമായ തത്വം ഒരിക്കലും കൈവിടാൻ അനുവദിക്കുകയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മുസ്ലിം സമുദായത്തിന് ഒരു ആചാരമുണ്ടെങ്കിൽ അത് അവരർത്ഥം, ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും വേറെ ഉള്ള ആളുകൾക്ക്, ബുദ്ധനും ജൈനനും മറ്റ് പാർട്ടികളും കക്ഷികളും ഉണ്ടെങ്കിൽ അവർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇവിടെ പൂർണ്ണമായി ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ജീവിക്കണം. അതാണ് നമുക്ക് SYS-നും എല്ലാ സംഘടനക്കും പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ഉപമുഖ്യമന്ത്രി ഉപ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ പോകും അല്ലേ? ഉപ നോ ഉപ, ഇപ്പോൾ ഉപ, നെക്സ്റ്റ് ഉപ നോ ഉപ. അപ്പോൾ ഡയറക്റ്റ് മുഖ്യമന്ത്രി. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞാനിപ്പറയുന്നത് ഷാഫി സാജി ഒന്ന് പരിഭാഷപ്പെടുത്തി കൊടുത്താൽ മതി. ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഈ ഒരൊറ്റ ന്യായം. അതാണ് പ്രാർത്ഥനയിൽ പോലും ജാമിഉ ദുആ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. ആ പ്രാർത്ഥനയിൽ പറഞ്ഞു, ഭൗതികമായ നേട്ടം മാത്രം ഞങ്ങൾക്ക് നൽകണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന ശരിയല്ല, അവർക്ക് ഒന്നുമില്ല. മറിച്ച് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ഞങ്ങൾക്ക് ഭൗതിക ലോകത്തും നന്മ വേണം, പാരത്രിക ലോകത്തും നന്മ വേണം, രണ്ട് ലോകത്തിൻ്റെ നന്മയും വേണം എന്ന് പറയുന്ന ആളുകൾക്ക് ഭാഗ്യമുണ്ട്, രക്ഷയുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ മതക്കാർക്കും ആ മതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് അക്കാലത്ത് ഇവിടെ ഭരണഘടന എഴുതിയ കാലത്ത് വാദിച്ച് തീർച്ചപ്പെടുത്തി എല്ലാവരും ഒപ്പിട്ട് കഴിഞ്ഞതാണ്. പിന്നെ അതിനിങ്ങനെ ഓരോ ദിവസം മാറ്റി മറിച്ച് തിരിച്ചു കൊണ്ടുവന്നാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് തന്നെയാണ് നാം ഇവിടെ ശക്തിയായി നിൽക്കുന്നത്. നമ്മളൊരിക്കലും ഭീകരവാദികളല്ല, തീവ്രവാദികളല്ല. ഭീകരതയും തീവ്രതയും ഇസ്ലാമിന് അന്യമാണ്. ടെററിസം അത് ഇസ്ലാമിലില്ല. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലംഫളൂ മിൻ ഹൗലിക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ് നബിയെ തങ്ങൾ. ആ റഹ്മത്തായ കാരണം കൊണ്ട് അല്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആലിമീങ്ങളും മുത്താലിമീങ്ങളും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാകും. റഹ്മത്ത് എന്നാ പറഞ്ഞത്, റഹ്മത്ത് കൊടുക്കുന്ന ആളെന്നോ റഹ്മത്തിൻ്റെ ഉടമസ്ഥനെന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. റഹ്മത്താണ്, ലോകത്തിൻ്റെ മുഴുവനും റഹ്മത്താണ്. പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഴുവനും റഹ്മത്താണ്. ആ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അവിടുന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തായ കാരണം കൊണ്ട്
ലിൻതലഹും ജനങ്ങളോട് തങ്ങൾ വളരെ വിനയത്തിലാണ് പ്രവർത്തിക്കുന്നത്. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ലംഫളൂ മിൻ ഹൗലിക വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി തങ്ങളെങ്ങാനും ഒരു ടെററിസ്റ്റ് ആയിരുന്നുവെങ്കിൽ, ഒരു ഭീകരവാദി ആയിരുന്നുവെങ്കിൽ ലംഫളൂ മിൻ ഹൗലിക ജനങ്ങളെല്ലാം തങ്ങളിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു. ആരെയും തങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല. എല്ലാ ജനങ്ങളും ഇസ്ലാമിലേക്ക് അടുത്തടുത്ത് വരുന്നത് അവിടുന്ന് ഒരിക്കലും ടെററിസ്റ്റ് അല്ല, തീവ്രവാദിയല്ല, ഭീകരവാദിയല്ല. ഈ കാരണം കൊണ്ടാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. തീവ്രവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിമീങ്ങൾ വർഗീയത കാണിക്കുന്നുള്ളൂ? ഇല്ല, ഇത് വർഗീയതയാണ്. ഇവിടെ മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും എല്ലാം ഈ സ്റ്റേജിലില്ലേ? അപ്പോൾ ഇവിടെ വർഗീയതയില്ല. വർഗീയത ഉണ്ടെങ്കിൽ മറ്റൊരു മതക്കാരെ ഈ സ്റ്റേജിൽ കയറ്റൂലല്ലോ. അപ്പോൾ വർഗീയത മുസ്ലിമീങ്ങൾക്ക് സുന്നികൾക്ക് തീർച്ചയായും ഇല്ല. മുസ്ലിമീങ്ങൾ മുസ്ലിംകളായി ജീവിക്കുന്നു. അതേ സമയത്ത് ഹൈന്ദവരും ക്രൈസ്തവരും ബുദ്ധനും ജൈനനും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും ഇവിടെ അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിന് യാതൊരു തടസ്സവും അവർക്കില്ല. അവർക്ക് ആഖിറം വേണമോ അവർ ഹക്ക് മുറുകെ പിടിച്ചുകൊള്ളട്ടെ. അതില്ലെങ്കിൽ ആഖിറം ലഭിക്കുകയില്ല. എന്നല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു മതമോ പ്രത്യേകമായ ഒരു ആചാരമോ വേണമെന്ന് നാം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകളുടെ പർദ്ദയെ സംബന്ധിച്ച് പറഞ്ഞ് വളരെയധികം ശക്തിമത്തായ നിലക്ക് നമ്മൾ പറഞ്ഞു. ഒരു പർദ്ദ മാത്രമല്ല, ഒരു സംഗതിയും ഇവിടെ മുസ്ലിം സമുദായം എങ്ങനെ ജീവിക്കുന്നോ ആ നിലക്ക് മുസ്ലിം ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കുക. ക്രൈസ്തവർ എങ്ങനെ ജീവിക്കുന്നുവോ അത് ജീവിക്കാൻ അവരെ അനുവദിക്കുക. മറ്റു മതക്കാർ എങ്ങനെ ജീവിക്കുന്നുവോ അവരെ അതിനു വേണ്ടി അനുവദിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സാഹോദര്യവും മൈത്രിയും അതാണ്. അല്ലാതെ നാം ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം മറ്റുള്ള ആളുകളെ അടിച്ചമർത്തി ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന് പറയാറുണ്ടോ? അത് പറയുന്നില്ല. അത് പറയുന്നത് ശരിയും അല്ല. അതേസമയത്ത് ആഖിറം വേണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഇസ്ലാം മതം സ്വീകരിക്കാം, അല്ലാത്തവർക്ക് അത് സ്വീകരിക്കാതെ ഇരിക്കാം. ഏതായിരുന്നാലും നമുക്ക് ഈ കാര്യമാണ് പറയാറുള്ളത്. പിന്നെ മറ്റൊന്ന്, സുന്നികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ചില പുത്തൻവാദികൾ പുതിയ പുതിയ ചില ആശയങ്ങളുമായി വന്ന് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അത് നാം മുറുകെ പിടിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം അതെപ്പോഴും ക്ലിയറാണ്, വളരെ കറക്റ്റാണ്. ഞാൻ ചോദിക്കുന്നു, ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നു ഷാഫിഈ, ഹനഫി, ഹംബലി, മാലിക്കി ഈ 4 മദ്ഹബുകളിൽ കർമ്മപരമായി ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കുകയും അതുപോലെ അശ്അരി, മാതുരീദി എന്ന് പറയുന്ന അശ്അരിയ മാർഗം അല്ലെങ്കിൽ മാതുരീദിയ മാർഗം വിശ്വാസപരമായി അവലംബിക്കുകയും ചെയ്യുന്നവരാണ് സുന്നികൾ എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ അശ്അരി, മാതുരീദി എന്നൊക്കെ പറയുന്നത്? അത് ഒരു വലിയ വ്യത്യാസമുള്ളതൊന്നുമല്ല. വളരെയധികം ആശയങ്ങൾ പുത്തൻ പ്രസ്ഥാനക്കാർ കൊണ്ടുവന്നപ്പോൾ അത് തെറ്റാണെന്ന് ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടി 2 മഹാന്മാരായ പണ്ഡിതന്മാർ രംഗത്ത് വന്നു. അതാണ് അശ്അരി മാതുരീദി എന്ന് പറയുന്നത്. അശ്അരിയത്തിൻ്റെ വിശ്വാസം
നിങ്ങൾ നോക്കൂ, നമ്മളെ സംബന്ധിച്ചാണ് ഇവിടെ ഈ പുത്തൻ പ്രസ്ഥാനക്കാർ മുസ്ലിക്ക് എന്ന് പറയും. എന്താ മുസ്ലിക്ക്? ഇപ്പം പറയാറില്ല, ഇപ്പോൾ കേരളത്തിലത് പറയാറില്ല, അവർ പിന്മാറിയിട്ടുണ്ട്. കാരണം ശിർക്ക് എന്നതിൻ്റെ നിർവചനം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതിലേതെല്ലാം പെടും എന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലെ കൊട്ടപ്പുറത്ത് വെച്ച് ചോദിച്ചിട്ട് ഇന്നേക്ക് 40 കൊല്ലമായി. ഇന്ന് വരെയും ഒരു മറുപടി കിട്ടിയിട്ടില്ല. അതിൻ്റെ മുമ്പ് ഇങ്ങനെ പറയും, ബറാത്ത് രാവിലെ ഉള്ള ചോറ് വെച്ചാൽ അത് ശിർക്കായിപ്പോയി. ഒന്ന് അങ്ങോട്ട് നോക്കിയാൽ ശിർക്ക്, ഇങ്ങോട്ട് നോക്കിയാൽ ശിർക്ക്, അതിങ്ങനെ ശിർക്ക് എന്ന് പറഞ്ഞതൊക്കെ ഇപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കി പറയാൻ അവർക്ക് ധൈര്യമല്ല. കാരണം ശിർക്കിൻ്റെ നിർവചനം പറഞ്ഞാൽ അതിൽപ്പെട്ടതല്ലേ ശിർക്കാവുകയുള്ളൂ. ചക്കരച്ചോറ് വെച്ചാൽ അത് ശിർക്കാവലങ്ങനെ എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല. പറയലങ്ങനെ സാധാരണ ബറാത്ത് രാവിലെ കുറച്ച് മധുരമുള്ള ചോറ് വെച്ച് കൊടുത്താൽ അത് ശിർക്ക്. അതുപോലെ മരിച്ച വീട്ടിൽ ഒരു യാസീൻ ഓതിയാൽ അത് ശിർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വാക്ക് സഹീഹായ ഹദീസിൽ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു തങ്ങളും അല്ലാത്തവരും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇഖ്റഉ അലാ മൗതാക്കും സൂറത്ത് യാസീൻ, നിങ്ങൾ മരണപ്പെട്ടവരുടെ മേൽ യാസീൻ സൂറത്ത് ഓതണം എന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ അത് ശിർക്ക്. അങ്ങനെ ഖുർആൻ ഓതാൻ അങ്ങനെ ശിർക്കാൽ എന്ന് ചോദിച്ചാൽ മറുപടി ഇല്ല. ഖുർആൻ ഓതൽപ്പോൾ ശിർക്കാൽ എങ്ങനെയാ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഒന്നുമില്ല. വെറുതെ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല. പിന്നെ ഖുർആൻ ഇങ്ങനെ മുസ്താഫിങ്ങനെ അട്ടത്ത് കെട്ടിവെക്കാനല്ലാതെ ഓതാൻ പാടില്ല ഇല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ വന്നു. ഇപ്പോൾ അതൊന്നും പറയാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നിങ്ങൾ നോക്കൂ, നമ്മുടെ വിശ്വാസം എന്താണ്? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. എല്ലാ കാര്യങ്ങളും ഖിയാമത്ത് നാൾ വരെ ഇവിടെ സംഭവിക്കാൻ പോകുന്നതും സംഭവിക്കാത്തതും എല്ലാം അള്ളാഹു തആല ഖദറാക്കിയിരിക്കുന്നു, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഫഹദ, ആ ഖദറിലേക്ക് അള്ളാഹു മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖദാറ് കൂടാതെ, അള്ളാഹുവിൻ്റെ ഖദർ കൂടാതെ ഇവിടെ ഒരു സംഭവവും ഉണ്ടാകുന്നതല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ അശ്അരിയും മാതുരീദിയും എല്ലാം വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. വല്ല ഇസ്തിത്താഅത്തു മഅൽ ഫിഅലി എന്ന് ഇവിടെ ആലിമീങ്ങൾ ധാരാളമുണ്ടല്ലോ. ജമ്മുൽ ജവാമി ഓതുമ്പോൾ നിങ്ങളതിൽ പഠിച്ചിട്ടുള്ളൂ. ഇസ്തിത്താഅത്ത് മഅൽ ഫിഅലി, അല്ലാഹു തആല ഒരു സംഗതി ചെയ്യുന്ന കാര്യം പ്രവൃത്തിയോട് കൂടിയാണ്. ആ പ്രവർത്തിക്കുന്ന സമയത്താണ് അല്ലാഹു തആല അത് പടച്ചു കൊടുക്കുന്നത്. നേരത്തെ പടച്ചു വെച്ചിട്ടില്ല. നമുക്കിപ്പോൾ സംസാരിക്കാൻ കഴിവ് ആ സമയത്ത് ഇങ്ങനെ തരിക, അല്ലാതെ മുൻകൂട്ടി ഒരു കഴിവ് അല്ലാഹു തആല നമുക്ക് തന്നിട്ടില്ല. പക്ഷേ നമുക്കത് മനസ്സിലാവില്ല. ഒരു വെള്ള കുപ്പിയിൽ, വെളുത്ത നിറമുള്ള നീണ്ട ഒരു കുപ്പിയിൽ എണ്ണ നിറക്കുകയും അതിലൊരു തിരി ശീലക്കട്ടം കൊണ്ടൊരു തിരിയുണ്ടാക്കി അതിലിട്ട് എന്നിട്ട് മേൽഭാഗത്ത് മൂടിയും വെച്ച് തീ കൊടുത്ത് വിളക്കായി ഇങ്ങനെ കത്തിക്കുമ്പോൾ ഈ കുപ്പിയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ എണ്ണ അവിടുന്ന് ചേഞ്ചാകുന്നത് ആർക്കും കാണാൻ കഴിയുകയില്ല. അതുപോലെ പിന്നെ അതെപ്പോഴാണ് മനസ്സിലാകുന്നത്? എണ്ണ മുഴുവനും കത്തി തീർന്ന് അവസാനം ഈ വിളക്കിൻ്റെ തിരിയുടെ അവസാനം താഴ്ഭാഗത്ത് ഉണങ്ങുകയാണ്. അങ്ങനെ ഉണങ്ങി ഉണങ്ങി ഉണങ്ങി
പിന്നെ കുറച്ചുകൂടി മേൽപ്പെട്ട് എണ്ണ കയറുമ്പോൾ അങ്ങനെ പോയി അവസാനം ഒരല്പം പോലും എണ്ണ മേൽപോട്ട് കയറാൻ ഇല്ലാതെയാകുമ്പോൾ ആ വിളക്ക് കെട്ടുപോവുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നേരത്തെ കത്തിയ എണ്ണയല്ല ഇപ്പോൾ കത്തിയത്. 1 മണിക്കൂറിന് മുമ്പ് കത്തിയ എണ്ണയല്ല 2 മണിക്കൂറിന് മുമ്പ് കത്തിയത്. അത് മാറി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിങ്ങനെ കൈവിരൽ പൊക്കാനുള്ള കഴിവ് ആ സമയത്ത് തന്നാൽ അത് പൊക്കുന്നു, താഴ്ത്താനുള്ള കഴിവ് തന്നാൽ അപ്പോൾ താഴ്ത്തുന്നു. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാനുള്ള ആ ഓർഡർ കിട്ടിയ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു വീട്ടിൽ ഇരിക്കുകയായിരുന്നുവല്ലോ. അപ്പോൾ അവിടെ ഒരല്പം വിശ്രമിക്കുന്ന സമയത്ത് മുശ്രിക്കുകൾ വന്ന് വളഞ്ഞു, ചുറ്റുഭാഗത്തും വളഞ്ഞു. ആ വളഞ്ഞ അവരിലേക്ക് ഒരു പിടി മണ്ണ് വാരി എറിയാൻ അല്ലാഹു തആല കൽപ്പിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ അത് എറിഞ്ഞപ്പോൾ എല്ലാവരുടെ തലയിലും എത്തി, എല്ലാവരും ഉറങ്ങിപ്പോവുകയും ചെയ്തു. അത് സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. തങ്ങൾ എറിഞ്ഞതായ സമയത്ത് തങ്ങളല്ല എറിഞ്ഞത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എറിഞ്ഞു എന്നല്ല അർത്ഥം. അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കുദ്റത്ത് കൊണ്ടാണ് ഈ മണ്ണ് അവരുടെ എല്ലാവരുടെയും തലയിലെത്താൻ നിനക്ക് അവിടുത്തെ കൈകൊണ്ട് എറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പുറപ്പെട്ട് മദീനയിലേക്ക് പോകുന്ന വഴിയെ കുറേ ഇങ്ങനെ നടന്നപ്പോൾ ക്ഷീണം മാറ്റാൻ വേണ്ടി ഖൗർ എന്ന ഗുഹയിൽ പോയി അല്പം അതിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. അവിടെ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ ആദ്യമായി കടക്കാം. അങ്ങനെ ആദ്യമായി കടന്നു. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഓട്ടകളും ഗുഹകളും പാമ്പും തേളും പല സാധനങ്ങളും ഉള്ളതാണ്. അതെല്ലാം അടച്ചു. സ്വന്തം ശരീരത്തിലുള്ള തട്ടം എടുത്ത് വലിച്ചു കീറി അതെല്ലാം അടച്ചു. ഒരു ഓട്ട മാത്രം ബാക്കിയായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലുകൊണ്ട് ആ ഓട്ട അടച്ചു പിടിക്കുകയും നബിതങ്ങളോട് വിശ്രമിക്കാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ നബിതങ്ങൾ വിശ്രമിക്കുന്നു. ആ സമയത്ത് കുറേ സമയം കഴിഞ്ഞപ്പോൾ അതാ മുശ്രിക്കുകൾ വാളും കുലുക്കിക്കൊണ്ട് അതിൻ്റെ മേൽഭാഗത്ത് കൂടെ പോകുന്നു. ഖൗറിൽ 2 ഓട്ടകളുണ്ട് മേൽഭാഗത്ത്. ആ മേൽഭാഗത്തുള്ള ഓട്ടൻ്റെ അരികിലൂടെയാണ് ജനങ്ങൾ നടന്നു പോകുന്നത്. ആ നടന്നു പോകുന്നവർ അവരുടെ സ്വന്തം കാലിലേക്കൊന്ന് നോക്കിയാൽ ഈ ഗുഹയിലുള്ള ആളുകളെ കാണാൻ കഴിയും. മഹാനായ സയ്യിദ് വലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അതാ പോകുന്നു, ശത്രുക്കളത് പോകുന്നു, അവരിപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ, അവരിങ്ങോട്ട് കടന്നു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഇസ്ബിർ ഫഇന്നല്ലാഹ മഅനാ, നിങ്ങൾ ക്ഷമിക്കുക, അള്ളാഹു നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉൻദുർ ഇലാ ഖൽഫിക, ഒന്ന് പിന്നിലേക്കൊന്ന് നോക്കൂ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ അതാ ഒരു കടലും ആ കടലിൽ കപ്പലും വന്ന് നിൽക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഓ സിദ്ദീഖ് അവர்களே,
അവർ ഈ വഴിക്ക് വന്നാൽ നമുക്ക് പിൻഭാഗത്തു കൂടി ഈ കപ്പലിൽ കയറി പോയി കളയാം, നിങ്ങൾ ഭയപ്പെടണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞു. കപ്പലും കടലും അല്ലാഹു അവിടെ പടച്ചു. ആരും കുഴിച്ചതല്ല, ആരും വെള്ളം കൊണ്ടുപോയി വെച്ചതല്ല. ദംദം വെള്ളം അല്ലാഹു പടച്ചതുപോലെ ഖിയാമത്ത് നാൾ വരെ കോടാനകോടി ജനങ്ങൾ കോരിയെടുത്താലും പറ്റാത്ത ദംദമിനെ അല്ലാഹു പടച്ചില്ലേ? അതുപോലെ ആ കടലും കപ്പലും അല്ലാഹു തആല ഖാറ് സൗറിന്റെ പിൻഭാഗത്ത് പടച്ചു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, നമുക്ക് ഭയപ്പെടണ്ട, അവർ ഇതിലെ വന്നാൽ നമുക്ക് ആ കപ്പലിൽ കയറി യാത്ര ചെയ്ത് കളയാം. അങ്ങനെ ശത്രുക്കൾ അവിടെ എത്തിയപ്പോ അവരിങ്ങനെ തെരഞ്ഞ് ഇവിടെ ഒരു ഗുഹ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ മുഹമ്മദും ഒളിച്ചിട്ടുണ്ടാക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരയാമെന്ന് ആ സമയത്ത് അതാ ലന്നുൽ ഹമാമ വലന്നുൽ അൻകബൂത അലാ ഖൈരിൽ ബരിയത്തി ലം തൻതുദ് വലം തഹ്മി. ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടെ അങ്കബൂത്ത് എന്ന് പറയുന്ന വണ്ണാത്തൻ പഴയ കാലത്ത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് വണ്ണാത്തന് വല കെട്ടിയതുപോലെയുള്ള വലകൾ ആ ഗുഹയുടെ മുൻഭാഗത്ത് കെട്ടിക്കളഞ്ഞു. മാത്രമല്ല മേടപ്രാവുകൾ അതിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നു. ഇവര് വന്നു നോക്കിയപ്പോൾ ഇത്രയും പഴകിയ വണ്ണാത്തൻ വല ഇവിടെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ആരും പോയിട്ടില്ല, മുഹമ്മദ് ഇവിടെ ഉണ്ടാവുകയില്ല. ഈ പ്രാവുകൾ ജനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് മൂളുകയും പാട്ടുപാടുകയും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തിരിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് എന്നതൊക്കെ അതാ കപ്പലും കടലും അവിടെ പഠിച്ചു കൊടുക്കുകയും ഈ ദ്വാരത്തിലേക്ക് കടക്കുന്ന വഴി വണ്ണാത്തൻവലയെ കൊണ്ട് വല കെട്ടിക്കുകയും പ്രാവുകളെ കൊണ്ട് അവിടെ വന്നിട്ട് പാട്ട് പാടിക്കുകയും ചെയ്തത് റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു ആണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഖലാ കൂടാതെ അള്ളാഹുവിൻ്റെ ഖദർ കൂടാതെ ഒരു സംഗതി ഇവിടെ നടക്കൂല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരല്ലേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. ഏത് കാര്യങ്ങളും എപ്പോൾ ചെയ്യുന്നുവോ ആ ചെയ്യുന്ന സമയത്ത് മാത്രം അല്ലാഹു തആല പടച്ചു തരികയാണ്, മുൻകൂട്ടി പടച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇവൻ ഒരു യാസീൻ ഓതുമ്പോഴേക്ക് ശിർക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ പിന്നാലെ പോകുന്ന മനുഷ്യനേക്കാൾ വിഡ്ഢിയായ ആൾ പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരാളികളുടെ ഈ ചപ്പഴാച്ചികളൊക്കെ ചവറ്റ് കൊണ്ട് കൊട്ടയിൽ എറിയാൻ വേണ്ടി അവർ നോക്കട്ടെ. സുന്നത്ത് ജമാഅത്തിൻ്റെ കുട്ടികളെ അതിന് കിട്ടുകയില്ല. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ ശക്തിപ്പെടുത്താനും ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാനും തൗഫീഖ് നൽകുമാറാവട്ടെ.